എക്കാലത്തും കോൺഗ്രസിന്റെ ഉജ്ജ്വല നേതാവ് എന്ന നിലയിൽ വാഴ്ത്തപ്പെട്ട ആളാണ് ഡി കെ ശിവകുമാർ. സിദ്ധരാമയ്യ സർക്കാരിന് കീഴിൽ പലപ്പോഴും ഉപമുഖ്യമന്ത്രിയായി ഒതുക്കപ്പെടുന്നു എന്നൊരു ഖ്യാതി അദ്ദേഹത്തിന് നേരെ വരാറുണ്ട്. ഒരുപക്ഷെ ഒരു വിഭാഗം നേതാക്കൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പോഴാണ് ഈ ഇടയായി വന്ന അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ ചർച്ചയായി മാറുന്നത്. കർണാടക കോൺഗ്രസിൽ നേതൃത്വ മാറ്റം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേറെ ശ്രദ്ധ നേടുന്ന ഒരു വിഷയം കൂടിയാണ്. PCC അധ്യക്ഷനായി 6 വർഷം പൂർത്തിയാകുന്ന 2026 മാർച്ചിൽ സ്ഥാനമൊഴിയും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. 2023 ഉപമുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ PCC അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും ശിവകുമാർ വ്യക്തമാക്കുന്നു. സിദ്ധരാമയ്യയ്ക്ക് പകരം ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്ന ചർച്ചകളും ഉയർന്നു വരികയാണ്. അതിനിടയിൽ വിവിധ സർക്കാരുകൾക്ക് കീഴിൽ ഇതുവരെ 16 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും 2026 താൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്നും സിദ്ധരാമയ്യ പറയുകയാണ്. സിദ്ധരാമയ്യയുടെ 17ാം ബഡ്ജറ്റ് ആയിരിക്കും ഇത്. താൻ എത്ര കാലം PCC അധ്യക്ഷനായി തുടരുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ശിവകുമാർ സ്ഥാനം ഒഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. താൻ PCC അധ്യക്ഷനായിരിക്കുന്ന കാലയളവിൽ കർണാടകയിൽ 100 കോൺഗ്രസ് ഓഫീസുകൾ നിർമ്മിക്കുക എന്നതാണ് തന്റെ സ്വപ്നമെന്നും അദ്ദേഹം പറയുന്നു. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കുറച്ചുകാലം കൂടി PCC അധ്യക്ഷനായി തുടരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തന്റെ ജോലികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ശിവകുമാർ പ്രതികരിക്കുകയാണ്. അതേസമയം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടില്ല എന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്ന കാലത്തോളം പ്രവർത്തനം തുടരുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. കർണാടക കോൺഗ്രസിൽ നേതൃത്വമാറ്റം സംബന്ധിച്ച് ചർച്ചകൾ വീണ്ടും സജീവമാകുന്നു. DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി അദ്ദേഹത്തിന്റെ അനുയായികൾ തന്നെ രംഗത്തേക്ക് വരികയാണ്. ഇത് കർണാടകയിൽ ചെറിയതല്ലാത്തൊരു പ്രതിസന്ധിയും ഉണ്ടാക്കുന്നുണ്ട്. വിവിധ പരിപാടികളിൽ ശിവകുമാർ മുഖ്യമന്ത്രിയാകണമെന്ന മുദ്രാവാക്യം അണികൾ പരസ്യമായി മുഴക്കുന്നുണ്ട്. എന്നാൽ ഇതിനോട് നേരിട്ട് പ്രതികരിക്കാൻ ശിവകുമാർ തയ്യാറായിട്ടില്ല. കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 2.5 വർഷം പൂർത്തിയാവുകയാണ്. സിദ്ധരാമയ്യയും DK ശിവകുമാർ തമ്മിലുള്ള കരാർ പ്രകാരം മുഖ്യമന്ത്രി പദവി കൈമാറാനുള്ള സമയമായി എന്നാണ് ശിവകുമാറുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. നിലവിൽ കർണാടക കോൺഗ്രസ് അധ്യക്ഷനാണ് ശിവകുമാർ. പദവിയിൽ 6 വർഷം പൂർത്തിയാകുന്ന 2026 മാർച്ചിൽ അധ്യക്ഷ സ്ഥാനം ഒഴിയുമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാകുന്നത്. 2020 മെയ്യിലാണ് DK ശിവകുമാർ കർണാടക കോൺഗ്രസ് അധ്യക്ഷയായി മാറിയത്. സ്ഥിരമായി പദവി കടിച്ചു തൂങ്ങില്ല, മറ്റുള്ളവർക്കും അവസരം നൽകണം, താൻ നേതൃത്വത്തിലുണ്ടാകുമെന്നും മുൻനിരയിൽ തന്നെ ഉണ്ടാകുമെന്നും ശിവകുമാർ ഉറപ്പിക്കുകയാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് കർണാടക യൂണിറ്റ് മേധാവി സ്ഥാനം രാജിവെച്ചതായുള്ള അഭ്യൂഹങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ശിവകുമാർ എത്തിയിരുന്നു. പാർട്ടിയുടെ അച്ചടക്കമുള്ള സൈനികനാണ് താനെന്നും രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കോൺഗ്രസിനെ ബ്ലാക്ക്മെയിൽ ചെയ്യില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. എന്തായാലും DK കോൺഗ്രസിന് ചെറുതല്ലാത്ത ഒരു തലവേദനയായി മാറുന്നുണ്ട്. അത് വലുതാകുന്നതിന് മുൻപേ കാര്യങ്ങൾ നീക്കിയാൽ കോൺഗ്രസിന് കൊള്ളാം.